വൺ ലൈനേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെയധികം പ്രാവശ്യം എക്സാംസിന് ചോദിച്ചിട്ടുള്ള 5 പോയിന്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂട്രീഷൻ ന്യൂട്രീഷൻ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു 25 വൺ ലൈനേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെയധികം പ്രാവശ്യം എക്സാംസിന് ചോദിച്ചിട്ടുള്ള വൺ ലൈനേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ വൺ ലൈനേഴ്സ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട്, അതായത് വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഈ ക്ലാസ് മുഴുവൻ കേൾക്കുക. 25 പോയിന്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലെ, കാർബോഹൈഡ്രേറ്റ്സ് പ്രൊവൈഡ് 4 കിലോ കാലറി പെർ ഗ്രാം ഓഫ് എനർജി അല്ലെ. അതായത് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമുക്ക് 4 കിലോ കാലറി എനർജി തരുന്നുണ്ട്. നെക്സ്റ്റ് ഫാറ്റ് ആണെങ്കിലോ, ഫാറ്റ് പ്രൊവൈഡ് 9 കിലോ കാലറി പെർ ഗ്രാം ഓഫ് എനർജി അല്ലെ. ഫാറ്റ് 9 കിലോ കാലറി പെർ ഗ്രാം എനർജി തരുന്നുണ്ട് ഫാറ്റ്. പ്രോട്ടീൻ ആണെങ്കിലോ പ്രൊവൈഡ് 4 കിലോ കാലറി പെർ ഗ്രാം ഓഫ് എനർജി അല്ലെ. പ്രോട്ടീൻസ് 4 കിലോ കാലറി പെർ ഗ്രാം ആണ് പ്രോട്ടീൻസ് തരിക. അതേസമയം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എന്താണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? ആർ ദോസ് that is not synthesized by the body. നമ്മുടെ ബോഡിക്ക് സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്യാൻ കഴിയാത്ത അമിനോ ആസിഡ്സിനാണ് നമ്മൾ എന്ത് പറയുക? എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നമ്മൾ സപ്ലിമെന്റ് ചെയ്യണം അല്ലെ. നമുക്ക് നമ്മുടെ ഫുഡിൽ കൂടെ ആയിരിക്കണം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ലഭിക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഈറ്റ് റൈറ്റ് മൂവ്മെന്റ് കേട്ടോ. ഈറ്റ് റൈറ്റ് മൂവ്മെന്റ് ഇസ് ലോഞ്ച്ഡ് ബൈ FSSAI ഫോർ ന്യൂട്രീഷൻ അവയർനെസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ന്യൂട്രീഷൻ അവയർനെസ്സിന് വേണ്ടി FSSAI, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് ഈറ്റ് റൈറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ലൈസീൻ. ലൈസീൻ ഈസ് ദ ലിമിറ്റിംഗ് അമിനോ ആസിഡ് ഇൻ സീരിയൽസ്. സീരിയൽസിൽ കാണുന്ന ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ലൈസീൻ. എന്താണ് ഈ ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് പറയുക? അതായത് നമ്മുടെ പ്രോട്ടീൻസിൽ അല്ലെങ്കിൽ സീരിയൽസിൽ ചില അമിനോ ആസിഡ്സ് കാണത്തില്ല. അത് എന്താണ്? അതിനാണ് നമ്മൾ ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് പറയുക. മെത്തിയോണിൻ ആണെങ്കിലോ ലിമിറ്റിംഗ് അമിനോ ആസിഡ് ഇൻ പൾസസ്. പൾസസിൽ കാണുന്ന അല്ലെങ്കിൽ പൾസസിലെ ലിമിറ്റിംഗ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? മെത്തിയോണിൻ. ഈ രണ്ട് ക്വസ്റ്റ്യൻസും പല പ്രാവശ്യം എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൈറ്റമിൻ എ പ്രിവെന്റ്സ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആൻഡ് സിറോഫ്താൽമിയ. വൈറ്റമിൻ എന്താ ചെയ്യുന്നത്? സിറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നു. വൈറ്റമിൻ ഡി ഈസ് ഓൾസോ നോൺ ആസ് സൺഷൈൻ വൈറ്റമിൻ കേട്ടോ. വൈറ്റമിൻ ഡി നമ്മൾ വേറെ എന്താ പറയുന്നത്? സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നു. ദെൻ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി കോസസ് റിക്കറ്റ്സ് ഇൻ ചിൽഡ്രൻ അല്ലെ. അതായത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുഞ്ഞുങ്ങളിൽ, ചിൽഡ്രനിലെ റിക്കറ്റ്സ് ഉണ്ടാകുന്നു. അതാണ് സാധാരണ ബോലെക്സ് ആയിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ബെറിബറി. ബെറിബറി ഈസ് കോസ്ഡ് ബൈ വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി. വൈറ്റമിൻ B1 വേറെ പേരുണ്ട്. എന്താണ്? തൈമിൻ അല്ലെ. തൈമിൻ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ് എന്ത്? ബെറിബറി എന്ന് പറയുക. പെലാഗ്രിൻ ആണെങ്കിലോ കോസ്ഡ് ബൈ നിയാസിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി ആണ്. ദെൻ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ അറിയാം അല്ലെ, നമുക്ക് അതിന്റെ RBCയുടെ സൈസ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മെഗാലോബ്ലാസ്റ്റിക് എന്ന് പറയുക. മെഗാലോ എന്ന് പറഞ്ഞാൽ വലിയ സൈസ് ഉള്ളതാണ് അല്ലെ. അപ്പൊ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഇസ് കോസ്ഡ് ബൈ വൈറ്റമിൻ B12 ആൻഡ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കേട്ടോ. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, അതോടൊപ്പം തന്നെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കാരണം വരുന്ന അനീമിയാണ് എന്ത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുക. ദെൻ വൈറ്റമിൻ ഇ ആക്ട് ആസ് ആൻ ആന്റി ഓക്സിഡന്റ്. ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. എക്സസ് വൈറ്റമിൻ എ ഇൻ പ്രഗ്നൻസി ഈസ് ടെറാറ്റോജനിക്. അതായത് അളവിൽ കൂടുതൽ വൈറ്റമിൻ എ ഇൻടേക്ക് പ്രഗ്നൻസിയുടെ സമയത്തുണ്ടെങ്കിൽ എന്താണ്? അത് ടെറാറ്റോജനിക് ആണ്. അത് കുഞ്ഞിനെ, ഫീറ്റസിനെ അത് ബാധിക്കാം. നെക്സ്റ്റ് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഈസ് ദ മോസ്റ്റ് കോമൺ ന്യൂട്രീഷണൽ ഡിസോർഡർ ഇൻ ഇന്ത്യ കേട്ടോ. ഇന്ത്യയിലെ വളരെ കോമൺ ആയിട്ടുള്ള ന്യൂട്രീഷണൽ ഡിസോർഡർ എന്താണ്? അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. നെക്സ്റ്റ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കോസസ് ബിറ്റോർ സ്പോട്ട് കേട്ടോ. വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം എന്തുണ്ടാകുന്നു? ബിറ്റോർ സ്പോട്ട് ഉണ്ടാകുന്നു. ദെൻ പെലാഗ്ര ഷോസ് 3 Ds. പെലാഗ്രയ്ക്ക് 3 Ds ആണ് വരിക. എന്തൊക്കെയാണ്? ഡയേറിയ, ഡെർമറ്റൈറ്റിസ് ആൻഡ് ഡിമെൻഷ്യ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. പെലാഗ്ര ഷോസ് 3 Ds: ഡയേറിയ, ഡെർമറ്റൈറ്റിസ് ആൻഡ് ഡിമെൻഷ്യ. നെക്സ്റ്റ് PM പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ്? കോഷിയോർക്കർ ആൻഡ് മെനാസ്മസ്. മെനാസ്മസ് ഈസ് ഡ്യൂ ടു കാലറി ഡെഫിഷ്യൻസി അല്ലെ. എനർജി ഡെഫിഷ്യൻസി കാരണമാണ് നമുക്ക് മെനാസ്മസ് ഉണ്ടാവുക. കോഷിയോർക്കർ ആണെങ്കിലോ ഈസ് ഡ്യൂ ടു പ്രോട്ടീൻ ഡെഫിഷ്യൻസി കേട്ടോ. പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണമാണ് കോഷിയോർക്കർ വരിക. നെക്സ്റ്റ് കൊളസ്ട്രോം അറിയാം അല്ലെ നമുക്ക്. ബ്രസ്റ്റ് മിൽക്കിന്റെ ആദ്യത്തെ ഫോം ആണ് കൊളസ്ട്രോം എന്ന് പറയുന്നത്. റിച്ച് ഇൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ആൻഡ് പ്രോട്ടീൻ. പ്രോട്ടീനും ഇമ്മ്യൂണോഗ്ലോബുലിൻ എയും റിച്ച് ആയിട്ടുള്ള എന്താണ് ബ്രസ്റ്റ് മിൽക്കിന്റെ ആദ്യത്തെ ഫോം ആണ് കൊളസ്ട്രോം എന്ന് പറയുന്നത്. മിഡ് ഡേ മീൽ പ്രോഗ്രാം അല്ലെ, നമ്മുടെ സ്കൂളിലൊക്കെ കൊടുക്കുന്ന മിഡ് ഡേ മീൽ പ്രോഗ്രാം വാസ് ലോഞ്ച് ഇൻ ദ ഇയർ 1995. 1995 മിഡ് ഡേ മീൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അംഗൻവാടി വർക്കേഴ്സ് പ്ലേ കീ റോൾ ഇൻ ICDS. ഇമ്പോർട്ടന്റ് ആണ്. ഇന്റഗ്രേറ്റഡ്
ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അല്ലെ, അതാണ് ICDS എന്ന് പറയുക. അംഗൻവാടി വർക്കേഴ്സ് ആണ് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുക. എഗ് ഈസ് കൺസിഡേർഡ് ആസ് എ റെഫറൻസ് പ്രോട്ടീൻ. ഇമ്പോർട്ടന്റ് ആണ്. എഗ് എന്താണ്? ഒരു റെഫറൻസ് പ്രോട്ടീൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എഗ്ഗിന് നമ്മൾ റെഫറൻസ് പ്രോട്ടീൻ എന്ന് പറയുക? കാരണം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീൻസും എല്ലാ പ്രോട്ടീൻസും അതിന്റെ കൃത്യമായ അളവില് അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ പ്രൊപ്പോർഷനില് എഗ്ഗില് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എഗ്ഗിന് റെഫറൻസ് പ്രോട്ടീൻ എന്ന് പറയുക. ദെൻ ഹിഡൻ ഹങ്കർ റെഫേഴ്സ് ടു മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കേട്ടോ. അതായത് ഈ ഹിഡൻ ഹങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. നമ്മുടെ ബോഡിയിൽ മൈക്രോ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഹിഡൻ ഹങ്കർ എന്ന് പറയുക. സോ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 25 വൺ ലൈനേഴ്സ് ആണ് നമ്മൾ ന്യൂട്രീഷനിൽ നിന്ന് ഇന്ന് ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതുപോലെ വൺ ലൈനേഴ്സ് വേണം എന്നുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാം. അതിനനുസരിച്ച് അതായത് ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യുന്ന ടോപ്പിക്സിൽ നിന്ന് നമ്മൾ ഇതുപോലെ വൺ ലൈനേഴ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എക്സാംസ് ഏതൊരു എക്സാം ആണെങ്കിലും ഇപ്പൊ JPH എക്സാമിനാണെങ്കിൽ നമുക്ക് ഏകദേശം 3 ആഴ്ച മാത്രമേ കഷ്ടിച്ചുള്ളൂ. അതിന്റെ റിവിഷൻ നമുക്ക് വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ നടക്കുകയാണ്. അപ്പം ആ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാം നമ്മൾ ജൂലൈ ഓഗസ്റ്റിലാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി ഇന്റൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ നടത്തുക. ഇൻ കേസ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ എക്സാംസിനും നന്നായിട്ട് പഠിക്കുക. നോട്ട് സെറ്റ് RRB ഒക്കെ എക്സാം വരുന്നുണ്ട്. വളരെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.